ബഹുമാനപ്പെട്ട ഗ്രാമവാസികളെ, നമ്മളെല്ലാം 1974 പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ മൈച്ച GS സ്കൂളാണ്. ഈ സ്കൂളിൽ പറഞ്ഞാൽ ഈ മൈച്ചിയിലെ സ്കൂളിനെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. കാരണം അന്നത്തെ അധ്യാപകന്മാരുടെ പിഴവ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പൊസിഷനിൽ നമ്മൾ എത്തിയില്ലേ. ആ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നമ്മൾ ഈ പൊസിഷനിലെത്തിയില്ലേ. കാരണം ഞാനിപ്പോൾ തന്നെ പഴയ ആൾക്കാരായിട്ടും വലിയ വലിയ പാർട്ട്ണറായിട്ടും ആൾക്കാരായിട്ടും എല്ലാം ബന്ധമാണ്, കണക്റ്റാണ്, വലിയ വലിയ മലയാളിമാരായിട്ട്. അതുപോലെ വലിയ 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 കോൺട്രാക്ടർമാരാണ്, വലിയ വ്യവസായം നടത്തുന്ന ഏറ്റവും വലിയ മലയാളിമാരുടെ ആ റിലേഷനിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ 1ാം ക്ലാസ്സിൽ നമ്മൾ പേരെഴുതാനും ഒപ്പാനും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് ഇപ്പോൾ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ഈ പൊസിഷനിലേക്ക് ഞാൻ എത്തിയത്. എൻ്റെ റെഗുലേഷനിൽ അതേപോലെ തന്നെ ഞാൻ ഈ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടാണ് ലാൻഡ് റവന്യൂ കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ടറേറ്റിൽ ഞാൻ പോകാനായത്. കളക്ടറേറ്റിൽ പോയി ചോദ്യം ചെയ്യാനും ഈ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ കൺസ്യൂമർ കോടതിയിലും ഞാൻ ഈ 1ാം ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ടാണ്, അന്ന് പേരെഴുതാനും ഒപ്പാനും പഠിച്ചുകൊണ്ടാണ് ഞാനിത്. ബാക്കിയുള്ള റെഗുലേഷനിലെന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും മൈച്ച GLP സ്കൂളിൽ അന്നേരം പഠിപ്പിച്ചില്ല. എഴുതാനും വായിക്കാനും അന്നത്തെ മാഷന്മാർക്ക് വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല. അന്നത്തെ റെഗുലേഷനിൽ ആ പേര് നമ്മൾ മാതാക്കന്മാർ എഴുതി, അച്ഛനമ്മമാർ എഴുതി പഠിപ്പിച്ചെന്നതാണ് ഈ ഒപ്പിടാൻ പഠിപ്പിച്ചത്. കാരണം അന്ന് റെഗുലേഷനിൽ മുഴുവൻ നമ്മളെ കഴിഞ്ഞ മൈച്ചിയിലെ മുഴുവൻ ഗ്രാമവാസികളും അടിയന്തരമായിട്ട് നല്ല സ്പോർട്സ് കൗൺസിലുള്ള ഗ്രൗണ്ടിൽ ഇപ്പോൾ ചെറിയ കാലത്തിൻ്റെ ആ മണ്ണ് കംപ്ലീറ്റ് തട്ടി ഗ്രൗണ്ടാക്കി ഇങ്ങനെ നല്ല രീതിയിൽ ഇനിയും നല്ല പൊസിഷനിൽ IAS IPS ആയിട്ട് നല്ല റെഗുലേഷൻ പോകണമെന്നാണ് നമ്മളെ കാര്യം. ഇപ്പോഴത്തെ മാഷന്മാർ, ആടില്ല മാഷന്മാരൊന്നും ഇതിന് റെഗുലേഷൻ നിൽക്കില്ല. കാരണം ആടില്ല മാഷന്മാർക്കും തമ്മിൽ തന്നെ കണ്ടുവിടാം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എന്നാണ്. കാരണം നമ്മളെ പുരാണകാലങ്ങളിലെ നമ്മളെ 1ാം ക്ലാസ് മുതൽ ഗുരുക്കന്മാർ എഴുതി വരുന്ന മതപരമായും എല്ലാം പഠിക്കണം എന്നാണ്. അന്നത്തെ ആൾക്കാർക്ക് സംസ്കൃതവും എല്ലാ ഭാഷകളും അറിയാം. ഈ മുസ്ലിങ്ങളിലെ മതപരമായിട്ട് അറിയാം, ഹിന്ദു മതപരമായിട്ട് അറിയാം, ക്രിസ്ത്യൻ മതപരമായിട്ട് അറിയാം. എല്ലാ ബൈബിളും അന്നത്തെ ആൾക്കാർ നമ്മളെ ഹിന്ദുക്കൾ പറഞ്ഞ എല്ലാ റെഗുലേഷനും വായിച്ചറിയുന്ന ആൾക്കാരാണ്. ഇന്നത്തെ മാഷന്മാർക്ക് ഇതൊന്നും അറിയില്ല. ഇന്ന് അടിയന്തരമായിട്ട് മുഴുവൻ ഗ്രാമവാസികളും നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. പഠിക്കാതുണ്ടെങ്കിൽ ഏത് ടീച്ചറാണോ പഠിപ്പിക്കാതുണ്ടെങ്കിൽ ആ ടീച്ചറോട് പ്രത്യേകം ഇതിൽ ആ പഠിക്കുന്ന കുട്ടികളെ വേറെ തന്നെ നീക്കി പിന്നീട് ക്ലാസ് എടുത്ത് ശരിക്കും പഠിപ്പിക്കാൻ പറയണം. അല്ലെങ്കിൽ അതേ പൊസിഷനിൽ അതേ ക്ലാസ്സിൽ എത്തി ശരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പറയണം. ഈ 1ാം ക്ലാസ് മുതൽ എല്ലാ ഇതിലും അരമണിക്കൂറോ 1 മണിക്കൂറോ അത് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് അടിയന്തരമായിട്ട് ഗോവിന്ദൻ എന്ന ജനകൻ മൈച്ച ഗ്രാമവാസികളോട് അടിയന്തരമായിട്ട് ബോധിപ്പിക്കുന്നു.